friends, welcome to English Mithra. നമ്മൾ തംബ്നെയിൽ സജസ്റ്റ് ചെയ്യുന്നതുപോലെ തന്നെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 10 ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെന്റൻസസ് ആണ്. നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 10 വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് സെന്റൻസസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സെന്റൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ചില സമയത്ത് പ്രത്യേകിച്ച് രാവിലെ എണീക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഓഫീസിൽ ഇരിക്കുന്ന സമയത്തും നമ്മൾ പറയാറില്ലേ, എനിക്ക് ഉറക്കം വരുന്നു. നമുക്ക് പറയാറില്ല, എനിക്ക് ഉറക്കം വരുന്നു, ഒട്ടും പറ്റുന്നില്ല, ഉറക്കം വരുന്നു എന്ന്. അപ്പം ഈ കാര്യം നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എനിക്ക് ഉറക്കം വരുന്നു എന്നുള്ളതിന് നമുക്ക് ഐ ഫീൽ സ്ലീപ്പി എന്ന് പറയാം. എനിക്ക് ഉറക്കം വരുന്നു, ഐ ഫീൽ സ്ലീപ്പി എന്ന് നമുക്ക് പറയാം. ഇനി ഇതേപോലെ ഐ ഫീൽ എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് സെൻറ്റൻസസ് നമുക്ക് നോക്കാം. എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളതിന് ഞാൻ എങ്ങനെ പറയും? ഐ ആം തേഴ്സ്റ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഫീൽ തേഴ്സ്റ്റി എന്ന് പറയാം. എനിക്ക് ദാഹിക്കുന്നു, ഐ ഫീൽ തേഴ്സ്റ്റി. ഇതൊക്കെ നമ്മൾ ഡെയിലി പറയുന്ന ഒരു കാര്യമാണ് അല്ലേ. ഐ ഫീൽ തേഴ്സ്റ്റി, ഐ ഫീൽ സ്ലീപ്പി, ഐ ഫീൽ ഹംഗ്രി, എനിക്ക് വിശക്കുന്നു, അല്ലെങ്കിൽ ഐ ആം ഹംഗ്രി എന്ന് പറയാം. ഇപ്പോൾ ഐ ഫീൽ സ്ലീപ്പി എന്നുള്ളത് നമുക്ക് ഐ ആം സ്ലീപ്പി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഓഫീസിലിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണിത്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസ് ആണ്. കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ എന്തായാലും നമുക്കൊരു ഉറക്കച്ചവിട് വരും. സോ എനിക്ക് ഉറക്കം വരുന്നു എന്നുള്ളതിന് ഐ ഫീൽ സ്ലീപ്പി എന്ന് പറയാം, അല്ലെങ്കിൽ എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളതിന് ഐ ഫീൽ തേഴ്സ്റ്റി എന്ന് പറയാം, എനിക്ക് വിശക്കുന്നു എന്നുള്ളതിന് ഐ ഫീൽ ഹംഗ്രി എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ഒരു സെൻറ്റൻസ് ആണ്. നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. നമ്മളെ വാച്ച് ഇല്ലെങ്കിൽ, ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ വാച്ചില്ല, എന്ന് ഞാൻ വാച്ച് ഇട്ടിട്ടില്ല, എനിക്ക് സമയം അറിയണം. ഓക്കെ, എൻ്റെ അടുത്ത് മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും, എടാ സമയം എത്രയായി? നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കില്ല, നമുക്ക് അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുന്നതായിരിക്കും കുറച്ചൊരു കംഫർട്ടബിൾ അല്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താ? സമയം എത്രയായെന്ന് ചോദിക്കും. ഇതേ കാര്യം എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കാം, വാട്ട്സ് ദ ടൈം. വാട്ട്സ് ദ ടൈം, സമയം എത്ര ആയി എന്നുള്ളതിന് നമുക്ക് വാട്ട്സ് ദ ടൈം എന്ന് ചോദിക്കാം അല്ലേ. ഇനി ഇതൊരു ഡെയിലി യൂസ് സെൻറ്റൻസ് അല്ല, പക്ഷേ എങ്കിൽ പോലും നമുക്കിപ്പം ഒരാളോട് നമ്മുടെ HR-ൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ബോസിൻ്റെ അടുത്തോ നമ്മൾ പറയണം, എനിക്ക് ശമ്പളം കൂട്ടി കിട്ടണം, എനിക്ക് കൂടുതൽ ശമ്പളം വേണം എന്നെങ്ങനെ നമ്മൾ ചോദിക്കും ഇംഗ്ലീഷിൽ? എനിക്ക് കൂടുതൽ ശമ്പളം വേണം, അല്ലെങ്കിൽ ശമ്പളം കൂട്ടണം. ഐ നീഡ് എ ഹൈക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ നീഡ് എ റേസ് എന്ന് പറയാം. എനിക്ക് ശമ്പളം കൂട്ടി കിട്ടണം, ഐ നീഡ് എ ഹൈക്ക്, അല്ലെങ്കിൽ ഐ നീഡ് എ റേസ് എന്ന് നമുക്ക് പറയാം. ഇനി റേസ് എന്ന് പറഞ്ഞാൽ ശമ്പളം കൂട്ടുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ റേസ് എന്ന് പറയുന്നത്. ഹൈക്കും അത് തന്നെയാണ്. അപ്പം അത് തന്നെ വേണം. ഹൈക്കിനെ നമുക്ക് വേറെ പലതും മുകളിലോട്ട് പോകുന്നതിന് നമുക്ക് ഹൈക്ക് എന്ന് പറയാം. ശമ്പളം കൂട്ടി കിട്ടാനും നമുക്ക് ശമ്പളം കൂട്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ ഐ നീഡ് എ ഹൈക്ക് എന്ന് പറയാവുന്നതാണ്. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് നോക്കാം. നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ അടുത്തോ നമ്മൾ രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി രാവിലെ എണീറ്റു, താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു മൂഡില്ല ഓഫീസിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ പറയണം, ഇന്ന് ഞാൻ ലീവ് എടുത്താലോ എന്നെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഇന്ന് ഞാൻ ലീവ് എടുത്താലോ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമുക്കിങ്ങനെ പറയാം, ഷാൽ ഐ ടേക്ക് ദ ഡേ ഓഫ്. ഷാൽ ഐ ടേക്ക് ദ ഡേ ഓഫ്. ഷാൽ ഐ ടേക്ക് എ ലീവ് എന്ന് പറയാം, ബട്ട് സ്റ്റിൽ കുറച്ചുകൂടി നമ്മൾ ഷാൽ ഐ ടേക്ക് എ ലീവ് എന്ന് പറയുമ്പോൾ കുറച്ച് ആ കംപ്ലീറ്റ് സെൻറ്റൻസ് അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തതുപോലെ നമുക്ക് തോന്നും. നാച്ചുറൽ അല്ല. ബെറ്റർ ഫ്രേസ് എന്ന് പറയുന്നത് ഷാൽ ഐ ടേക്ക് എ ഡേ ഓഫ് എന്നാണ്. എ ഡേ ഓഫ് എന്ന് വെച്ചാൽ ലീവ് എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. സോ ഷാൽ ഐ ടേക്ക് എ ഡേ ഓഫ്, എന്നൊരു ലീവ് എടുത്താലോ എന്നുള്ള അർത്ഥത്തിൽ. ഇനി വേറൊരു കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കുറച്ച് വെള്ളം തരുമോ, ഒരു കാപ്പി തരുമോ, അങ്ങനത്തെ രീതിയിലുള്ള സെൻറ്റൻസസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? നമുക്ക് ക്യാൻ ഐ ഗെറ്റ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്ത് ഈ സെൻറ്റൻസസ് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, എനിക്ക് കുറച്ച് വെള്ളം തരുമോ? ക്യാൻ ഐ ഗെറ്റ് സം വാട്ടർ, അല്ലെങ്കിൽ ക്യാൻ ഐ ഗെറ്റ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ ക്യാൻ ഐ ഗെറ്റ് എ കപ്പ് ഓഫ് കോഫി. ഒരു കപ്പ് കോഫി കിട്ടുമോ? ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമോ? അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ചായ വേണം, ക്യാൻ ഐ ഗെറ്റ് എ കപ്പ് ഓഫ് ടീ എന്ന് പറയാം. അപ്പോൾ എന്തെങ്കിലും എനിക്ക് തരുമോ അല്ലെങ്കിൽ കിട്ടുമോ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ക്യാൻ ഐ ഗെറ്റ് എന്ന ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഓഫീസിൽ പോകാൻ റെഡിയായി താഴോട്ട് വന്നു, നമുക്കൊരു ഡൗട്ട്, നമ്മൾ ലേറ്റ് ആയോ? അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കണം, ഞാൻ ലേറ്റ് ആയോ എന്നുള്ളത്. അല്ലെങ്കിൽ ഓഫീസിൽ എത്തുമ്പോഴത്തേക്ക് ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ നമ്മൾ ചോദിക്കും, അയ്യോ ഞാൻ ലേറ്റ് ആയോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും? ഞാൻ ലേറ്റ് ആയോ എന്നുള്ളതിന് ആം ഐ ലേറ്റ് എന്ന് ചോദിക്കാം. ഞാൻ ലേറ്റ് ആയോ, ആം ഐ ലേറ്റ് എന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ്. ആം ഐ ലേറ്റ്. ഇനി ഞാൻ ലേറ്റ് ആകുമോ എന്ന് നമ്മളിങ്ങനെ പറയുകയാണ്, ഈശ്വര ബസ് കിട്ടിയില്ല, ഇനി ഞാൻ ലേറ്റ് ആകുമോ എന്ന് ആരോടെങ്കിലും ചോദിക്കുകയാണെന്ന് വിചാരിക്കുക.
അത് നമ്മളെങ്ങനെ ചോദിക്കും? ഞാൻ ലേറ്റ് ആകുമോ എന്നുള്ളത്. വിൽ ഐ ബി ലേറ്റ്? വിൽ ഐ ബി ലേറ്റ്? ഞാൻ ലേറ്റ് ആകുമോ? വിൽ ഐ ബി ലേറ്റ്? ഇനി നമുക്ക് അറിയാം നമ്മൾ ലേറ്റ് ആകും എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ HR-നെയോ ആരെങ്കിലും വിളിച്ച് ചോദിക്കുകയാണ്, ഞാൻ പറയുകയാണ് ഞാൻ ലേറ്റ് ആകും, ഞാൻ ഇന്ന് ലേറ്റ് ആകും, ലേറ്റ് ആയിട്ടേ വരുള്ളൂ, ബസ് മിസ്സായി, ഞാൻ ഇന്ന് ലേറ്റ് ആകും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയാം? ഐ മിസ്ഡ് ദ ബസ് മിസ്സായി, ഐ മിസ്ഡ് ദ ബസ്, ഞാൻ ഇന്ന് ലേറ്റ് ആകും. ഐ വിൽ ബി ലേറ്റ് ദിസ് മോർണിംഗ്, ഐ വിൽ ബി ലേറ്റ് ടുഡേ, അല്ലെങ്കിൽ ഐ വിൽ ബി ലേറ്റ് ദിസ് മോർണിംഗ്. ഐ വിൽ ബി ലേറ്റ് എന്നാണ് ഞാൻ ലേറ്റ് ആകും എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്ന ഒരു ടേം. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് ആണ്, ബസ് എപ്പോഴാണ് എടുക്കുക? നമ്മൾ ബസ്സിൽ കയറി നിന്നു, ബസ് എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുകയാണ്, ബസ് എപ്പോഴാണ് എടുക്കുക എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ബസ് എപ്പോഴാണ് എടുക്കാമെന്ന് ചോദിച്ചാൽ മതി, കാരണം ചിലപ്പോൾ നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് അറിയണമെന്നില്ല. പക്ഷെ നമ്മൾ നാട്ടിലല്ല, നമ്മളിപ്പോൾ ദുബായിലാണ്, അല്ലെങ്കിൽ നമ്മളിപ്പം UK-ലോ US-ലോ ആണ്, നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്ക് മലയാളം അറിയത്തില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കും അവരോട്? വെൻ വിൽ ദ ബസ് ലീവ്? എപ്പോഴാണ് ബസ് എടുക്കുക? വെൻ വിൽ ദ ബസ് ലീവ്? വെൻ വിൽ ദ ബസ് ടേക്ക് എന്ന് പറയാൻ പറ്റില്ല, വെൻ വിൽ ദ ബസ് ടേക്ക് ഓഫ് എന്ന് പറയാം. പക്ഷെ കുറച്ചുകൂടി നല്ലത് വെൻ വിൽ ദ ബസ് ലീവ്. ഇനി ട്രെയിൻ ആണെങ്കിലോ വെൻ വിൽ ദ ട്രെയിൻ ലീവ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു സെൻറ്റൻസ് നോക്കാം. എനിക്ക് മനസ്സിലായില്ല. ഉദാഹരണത്തിന് ഇപ്പം എന്തെങ്കിലും ഒരു മീറ്റിംഗ് നടക്കുകയാണ്, ഒരാൾ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്തു, നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക? എനിക്ക് മനസ്സിലായില്ല എന്ന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, അല്ലെ? ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാകുന്നില്ല, ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും. ഇനി മനസ്സിലായോ? നമ്മളൊരു കാര്യം പറഞ്ഞു, നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മളൊരു കാര്യം പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ എന്ന് എങ്ങനെ ചോദിക്കുന്നത്? മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, വ്യത്യാസം മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക എൻ്റെ മുന്നിൽ. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിക്കും. ഇനി ഞാൻ എല്ലാം പറഞ്ഞതിന് ശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും, ഞാൻ പഠിപ്പിച്ചത് മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, സോ അതാണ് വ്യത്യാസം. ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഞാനതല്ല ഉദ്ദേശിച്ചത്. നമ്മളൊരു കാര്യം പറഞ്ഞു, കേട്ടവരത് വേറെ രീതിയിലാണ് എടുത്തത്, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം അതല്ല. നമ്മളിത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഞാനതല്ല ഉദ്ദേശിച്ചത്. ദാറ്റ്സ് നോട്ട് വാട്ട് ഐ മെൻറ്റ്. ദാറ്റ്സ് നോട്ട് വാട്ട് ഐ മെൻറ്റ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഐ ഡിഡൻറ്റ് മീൻ ദാറ്റ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാൻ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്നൊക്കെ സാഹചര്യം വരത്തില്ലേ? അതിനൊക്കെ പകരമായിട്ട് ഐ ഡിഡൻറ്റ് മീൻ ദാറ്റ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് വേറെ ഒരു യൂസേജ് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം നമ്മുടെ കൈ തട്ടി ഒരാളുടെ കപ്പ് ഓഫ് കോഫി താഴെ വീണു. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, ഐ ഡിഡൻറ്റ് മീൻ ദാറ്റ്. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാണ്, അങ്ങനെ പറയാം. അതല്ല, ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് എന്ന് പറയാനായിട്ട് ദാറ്റ്സ് നോട്ട് വാട്ട് ഐ മെൻറ്റ് എന്ന രീതിയിലും നമുക്ക് പറയാവുന്നതാണ്. ഇനി നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോയി. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് ഇതിൻ്റെ വില? എന്താണ് ഇതിൻ്റെ വില? നമുക്ക് ചോദിക്കണം, എന്താണ് ഇതിൻ്റെ വില? നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് ദ പ്രൈസ്? എന്താണ് ഇതിൻ്റെ വില? വാട്ട് ഈസ് ദ പ്രൈസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് എന്ന് ചോദിക്കാം. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്, അല്ലെങ്കിൽ ഹൗ മച്ച് ഇസ് ഇറ്റ് എന്നും ചോദിക്കാം. ഹൗ മച്ച് ഇസ് ഇറ്റ്. സോ ഇങ്ങനെയൊക്കെ നമുക്ക് സാധനങ്ങളുടെ വില ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ 10 കൂടുതൽ സെൻറ്റൻസസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസസ് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള കുറേ സെൻറ്റൻസസ് ആണ്. ഇതുപോലത്തെ ഇനിയും നമുക്ക് സെൻറ്റൻസസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സെൻറ്റൻസസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവ് ചെയ്തത് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. 100% അടുത്ത വീഡിയോയിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി അത് പോസ്റ്റ് ചെയ്യുക. ഉറപ്പായിട്ടും അതിന് ഞാൻ കോമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം അത് വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഡെയിലി ഓഫീസിൽ പോകുന്നവരാണ്, അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്നവരാണ്, ഓഫീസിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കണം, ഇതെങ്ങനെ ചോദിക്കേണ്ടതെന്ന് അറിയില്ല, ഇതിനെങ്ങനെ മറുപടി പറയേണ്ടതെന്ന് അറിയില്ല, അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ. ഞാൻ നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ
താല്പര്യപ്പെടുന്നുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ കുറേ കാര്യങ്ങൾ, പുതിയ വാക്കുകൾ, പുതിയ യൂസേജസ് എല്ലാം പഠിക്കാൻ പറ്റും. പക്ഷേ ഈ യൂസേജസ് അല്ലെങ്കിൽ ഈ വാക്കുകൾ നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഭാവിയിൽ നിങ്ങൾക്ക് അത് ഓർത്തെടുത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നല്ലൊരു ട്രെയിനറിനെ നിങ്ങൾക്ക് വേണം. കാരണം നമ്മുടെ സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ നമ്മളുടെ അത്ര തന്നെ ഇംഗ്ലീഷ് അറിയാവുള്ളൂ. നമ്മളെക്കാളും നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന സുഹൃത്തുക്കൾക്ക് നമ്മളെ പഠിപ്പിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഇംഗ്ലീഷ് മിത്ര ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിനെ വിളിച്ച് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് വളരെ സിമ്പിളായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും മടുപ്പ് തോന്നാത്ത രീതിയിൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാവുന്നതാണ്, വളരെ ഈസി ആയിട്ട്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിലോട്ട് ചെന്ന് ഞങ്ങളുടെ കൗൺസിലറായിട്ട് ബന്ധപ്പെട്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ കോഴ്സിനെ കുറിച്ച് അറിയാൻ സാധിക്കും. അഡ്മിഷൻ എടുക്കണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു ഇങ്ങനത്തെ ഒരു ഇൻഫോർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ, this is Revati Krishnan signing off from English Mithra. Bye-bye and take care. English Mithra. Stop worrying, start learning.